നേതാക്കളെ, ആദർശ സമ്മേളനത്തിന്റെ സമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ ആദർശ വിഷയത്തിൽ അവഗാഹപൂർണമായി സംസാരിക്കാൻ അൻസാർ മാസ്റ്റർ എനിക്ക് തൊട്ടുപിന്നിൽ കാത്തിരിക്കുമ്പോൾ അതിനു മുമ്പ് കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല. ഏതായാലും അറിവിന്റെ അതുല്യമായി കേന്ദ്രത്തിൽ ജാമിയ ദാറുസ്സലാമിന്റെ ഈ അങ്കണത്തിൽ ലോകത്ത് അറിവ് ഏറ്റവുമേറെ വിതരണം ചെയ്ത ഷംസുൽ ഉലമ എന്നൊരു മഹത്വങ്ങൾ നിറഞ്ഞൊരു ഏറ്റവും പ്രധാനിയായി ലോകത്തറിയപ്പെട്ട ആ മഹാനവറുകളുടെ പ്രവർത്തനത്തിന്റെ തീരത്ത് വന്നു നിൽക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. തൊട്ടുമുമ്പ് ഇവിടെ പ്രസംഗിച്ച ഡോക്ടർ മുനീർ സാഹിബ്, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഷംസുൽ ഉലമയെ. ഈ സമൂഹത്തെ ഭിന്നിപ്പിന്റെ പാതയിലേക്ക് കൊണ്ടുപോവാൻ, ഈ സമൂഹത്തിന്റെ സൗഹൃദത്തിന്റെയും മതപരമായ ബന്ധത്തിന്റെയും രാഷ്ട്രീയ സാമൂഹിക ബന്ധങ്ങളുടെയുമെല്ലാം ഏറ്റവും ശക്തമായ യാത്ര നടത്തി. യുവജനയാത്ര എന്നാണ് ആ യാത്രയുടെ പേരുണ്ടായിരുന്നത്. യുവജനങ്ങളെ തൊട്ടുണർത്തിക്കൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു യുവ രാഷ്ട്രീയ നേതാവ് മുനീർ സാഹിബിന്റെ വളർച്ചയുടെ പ്രഥമഘട്ടത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് കാൽനടയായി നടത്തിയ യാത്രയായിരുന്നു അത്. ആ യാത്ര വഴിമധ്യേ ഒരു സ്ഥലത്തെത്തിയപ്പോ മറുഭാഗത്തു നിന്നൊരു കാർ വരുന്നുണ്ടായിരുന്നു. ആ കാറിലുണ്ടായിരുന്നത് ജാമിയ ദാറുസ്സലാമിന്റെ ജീവനാഡിയായിരുന്ന, ലോകത്തിന്റെ കണ്ണിലുണ്ണിയായിരുന്ന, അറിവിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന, വിപ്ലവങ്ങളുടെ വിമോചനത്തിന്റെ പാട്ടുകാരനായി കേരളം അടയാളപ്പെടുത്തിയ ലോക പണ്ഡിത ശൃംഖലയിൽ അഭിമാനത്തിന് തുല്യമാം വിധം ഏറ്റവും വലിയ അറിവിന്റെ അഭിമാനമായി ലോകം അംഗീകരിച്ച മഹാനായ ഷംസുൽ ഉലമയായിരുന്നു ആ കാറിൽ വരുന്നുണ്ടായിരുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിനു വേണ്ടി ഒരു ചെറുപ്പക്കാരൻ സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ നടന്നു വരികയാണ് ഈ സമുദായത്തിനു വേണ്ടി. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ എനിക്കുമൊരു ബാധ്യതയുണ്ട്, ആ ചെറുപ്പക്കാരനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കാറ് നിർത്തിയിട്ട്, ഞാനത് പറയേണ്ട ആവശ്യമില്ല, അനുഭവങ്ങളുടെ സാക്ഷി നിങ്ങൾക്ക് മുന്നിൽ, എനിക്ക് മുന്നിൽ കുട്ടിയസൻ ദാരിമി ഉസ്താദ് ഇരിക്കുന്നുണ്ട്. ഞാനൊന്നും പറയാതെ നിങ്ങൾക്കറിയാം. എവിടുന്ന ഉസ്താദ് അത്? എവിടുന്നത്? എടക്കാട്. കണ്ണൂർ ജില്ലയിലെ എടക്കാടിൽ നിന്നാണ് ആ സംഭവം നടക്കുന്നത്. കണ്ണൂർ ഗേറ്റ് അടച്ചതിന്റെ പേരിലോ മറ്റോ വാഹനം തൊട്ടപ്പുറത്ത് നിർത്തിയിട്ട് ഷംസുൽ ഉലമ ഗ്ലാസ് താഴ്ത്തിയിട്ട്, ആ സമയത്ത് ഗ്ലാസ് താഴ്ത്തിയപ്പോ മറുപക്ഷത്ത് നിന്ന് നടന്നു വരുന്ന മുനീർ സാഹിബ് ഷംസുൽ ഉലമയെ കണ്ടപ്പോ കാറിലേക്ക് പോയി, കാറിന്റെ അടുത്തേക്ക് പോയി ബർക്കത്തെടുക്കാൻ തന്നെയാ പോയത്. ഷംസുൽ ഉലമ ആത്മീയമായും രാഷ്ട്രീയമായും സാമൂഹികമായും നേതൃത്വം നൽകിയതുകൊണ്ട് ഈ സമുദായത്തിന് നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് പഠിപ്പിച്ച CH മുഹമ്മദ് സാഹിബിന്റെ പുത്രനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഷംസുൽ ഉലമയുടെ കാറിന്റെ അടുത്തേക്ക് മുനീർ സാഹിബ് പോയി. എന്നിട്ട് മുനീർ സാഹിബ് ഷംസുൽ ഉലമയുടെ കൈപിടിച്ച് ബർക്കത്തിന് വേണ്ടി കൈപിടിച്ചപ്പോ തനിക്ക് കഴിക്കാൻ കാറിൽ വെച്ചിരുന്ന ഓറഞ്ച് എടുത്ത് മുനീർ സാഹിബിന്റെ കയ്യിലേക്ക് കൊടുത്തു. സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഷംസുൽ ഉലമക്ക് നൽകാവുന്ന ഒരു സമ്മാനം ആ ഷംസുൽ ഉലമ നൽകിയപ്പോ സന്തോഷത്തോടെ മുനീർ സാഹിബ് അത് സ്വീകരിച്ചു. അദ്ദേഹം അത് സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഷംസുൽ ഉലമ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് യാത്ര തുടർന്നു. പിറ്റേ ദിവസം ഞാൻ പ്രവർത്തിച്ച സംഘടനയുടെ പത്രം പിറ്റേ ദിവസം എഴുതി, മുസ്ലിം ലീഗിനെ, സമസ്തയെ മുസ്ലിം ലീഗിന്റെ ആലയിൽ കെട്ടുന്നു. കാരണം എന്തായിരുന്നു? MK മുനീർ സാഹിബിന് ഒരു ഓറഞ്ച് ഷംസുൽ ഉലമ കൊടുത്തതായിരുന്നു ഇതെഴുതാൻ കാരണം. എന്നാലോ ഷംസുൽ ഉലമ ചെയ്തത്, ഇവർക്ക് ബോധ്യപ്പെടാൻ ജംഉം കസറാക്കേണ്ട ദൂരം വന്നു ഇവരുടെ ബുദ്ധിക്ക്. 25 കൊല്ലത്തിനു ശേഷം ഇതുപോലത്തെ ഒരു ഓറഞ്ചും മുന്തിരിയും
എല്ലാം കൂടി മുറിച്ചു വെച്ചുകൊണ്ട് അവരുടെ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഇതേ മുനീർ സാഹിബിനെ സ്വീകരിക്കേണ്ട ഗതികേട് അവർക്ക് വന്നു. ഞാനിങ്ങനെ ആ ഫോട്ടോ കണ്ടപ്പോ സൂം ചെയ്തു നോക്കി, അതിൽ ഓറഞ്ച് ഉണ്ടോ? അപ്പൊ ഓറഞ്ച് ഉണ്ട് അതിനകത്ത്. അതിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. ഒരു സമുദായത്തെ പിളർത്താൻ, സമുദായത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനവും മതപ്രസ്ഥാനവും ഒന്നിച്ചു നീങ്ങിയാൽ സമുദായത്തിനുണ്ടാകുന്ന നേട്ടം അത് പാടില്ല, അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല, സമുദായത്തിന് ഗുണം കാണാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരുടെ ബുദ്ധിയാണ് അന്ന് പ്രവർത്തിച്ചത്. മുനീർ സാഹിബ് പറഞ്ഞില്ലേ, സമുദായത്തിൽ ഒരുപാട് ശത്രുക്കളെ എണ്ണി പറഞ്ഞപ്പോ മുനീർ സാഹിബ് പറഞ്ഞൊരു വാചകം ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തുന്നു, ഞാൻ പ്രത്യേകം അത് കേട്ടു. അദ്ദേഹം പറഞ്ഞു, അകത്തു നിന്ന് ശത്രുക്കൾ വളർന്നു വരികയാണ്. മൗദൂദിയെ പറഞ്ഞു. അക്കൂട്ടത്തിൽ അദ്ദേഹം പ്രയോഗിച്ച നല്ലൊരു പദം, ഇസ്ലാമിനെ വ്യാജ കുപ്പികളിലാക്കി വിതരണം ചെയ്യുന്നൊരു വിഭാഗം. വ്യാജ കുപ്പികളിലാക്കി ഇസ്ലാമിനെ വിതരണം ചെയ്യുന്നവരെന്ന് പറയുമ്പോ വ്യാപകാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ദിവസം വ്യാജ കുപ്പികളിൽ വ്യാജങ്ങൾ നൽകിയത് കേരള സമൂഹം കണ്ടു. ഞാനിങ്ങനെ ഓർത്തുപോവാണ്. ഇങ്ങോട്ട് വരുമ്പോ റസാഖ് ഹാജി അബ്ദുറഹ്മാൻ സാഹിബൊക്കെ എനിക്കൊരു പോസ്റ്റർ തന്നു. ഞാൻ കണ്ട പോസ്റ്ററാണ്, ബന്ധപ്പെട്ട പോസ്റ്ററാണ്, അറിയുന്ന പോസ്റ്ററാണ്. പക്ഷെ ഇത് കണ്ടപ്പോ അദ്ദേഹം ആ വ്യാജ കുപ്പി പറഞ്ഞപ്പോ ഈ പോസ്റ്റർ ഒന്ന് എടുത്ത് കാണിക്കണമെന്ന് എനിക്ക് തോന്നി. വ്യാജക്കുപ്പികളിലേക്ക് ചേർത്തി വെക്കാൻ പറ്റുന്ന സംഭവങ്ങളുടെ ഫോട്ടോകൾ പതിഞ്ഞ പോസ്റ്ററാണിത്. ഈ വ്യാജക്കുപ്പികൾ സമുദായത്തിന്റെ സൗഹൃദവും സ്നേഹവും തകർക്കുമെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയിട്ട് മാസങ്ങളും വർഷങ്ങളുമല്ല, കൊല്ലങ്ങൾ ഒരുപാടായി. ശംസുൽ ഉലമ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നന്മ വരട്ടെ, അല്ലെങ്കിൽ അവർ സമുദായത്തിന് നേതൃത്വം നൽകുമ്പോൾ അവർക്ക് നൽകാൻ പറ്റുന്ന സൗഹൃദവും നമ്മൾ നൽകണം, നിർദ്ദേശിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങൾ നൽകണം, ഉപദേശിക്കാൻ പറ്റുന്നവകൾ ഉപദേശിക്കണം എന്നു ചിന്തിച്ച പണ്ഡിതനായിരുന്നു. അല്ലാതെ വെറും രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിൽ പോയി മാലപ്പാട്ട് പാടിയിട്ട്, അവരെ മാപ്പിളപ്പാട്ട് പാടിയിട്ട്, അവർക്ക് നല്ല പാട്ടുകൾ പാടിക്കൊടുത്തുകൊണ്ട് അവരെ പ്രശംസിച്ച ചരിത്രമല്ല കേരളത്തിലെ പണ്ഡിത സമൂഹത്തിനുണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ പ്രസ്ഥാനം അത് ബഹുമാനത്തോടെയും സ്വീകരിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്ക് നൽകുന്ന സ്ഥാനം അതാണ്. ഇവിടെ മുനീർ സാഹിബ് പ്രസംഗിച്ചത് കേട്ടില്ലേ? പണ്ഡിത സമൂഹത്തിന്റെ ബാധ്യതയും ധർമ്മവും എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ ബന്ധമില്ലാതാവണം. എന്നിട്ട് സമുദായം പരസ്പരം അകലണം. ശംസുൽ ഉലമയുടെ ചരിത്രം പറഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ നിന്ന് ശംസുൽ ഉലമ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്ന കാലത്താണ് ഇവർ ശംസുൽ ഉലമയെ പരിഹസിച്ചുകൊണ്ട് രണ്ടാമതാക്കിക്കൊണ്ട് ശംസുൽ ഉലമയേക്കാൾ വലിയ ആളാക്കി മറ്റൊരാളെ വളർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ശംസുൽ ഉലമ ഒരു കാര്യം ചെയ്താൽ ഇവർക്കത് ബോധ്യപ്പെടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ജംഉം കസറാക്കേണ്ട ദൂരം, അല്ലെങ്കിൽ 25 കൊല്ലം വേണം. ഇപ്പൊ അവർ പറയുന്നത് ശംസുൽ ഉലമ മഹാനാണെന്നാ. ശംസുൽ ഉലമ സമാധാനത്തിന് വേണ്ടി സമുദായത്തിന്റെ ഐക്യം അനിവാര്യമാകുന്ന പൊതുശത്രുവിന്റെ മുന്നിൽ പൊതുപ്രശ്നങ്ങളിൽ ഒന്നിച്ചിരിക്കാൻ സമുദായത്തോട് പറഞ്ഞപ്പോ ബിദ്അത്തുകാർക്ക് വേണ്ടി ആദർശം പണയം വെച്ചവരാണ് ശംസുൽ ഉലമ എന്ന് പറഞ്ഞാണ് ഞങ്ങളെ അന്ന് പഠിപ്പിച്ചതെങ്കിൽ വർഷങ്ങൾ നീങ്ങുന്നതിന് മുമ്പേ ഇവർ അതിനുമപ്പുറത്ത് കടന്നു. ശംസുൽ ഉലമ പോയിട്ട് എന്താ ചെയ്തത്? ശരീഅത്ത് പ്രശ്നത്തിന്റെ കാലത്ത് മുതലക്കുളം മൈതാനിയിൽ വെച്ച് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും കൂടെ ഇരുന്നപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോ ശംസുൽ ഉലമ ചോദിച്ച ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ ഇന്ന് ഞങ്ങൾ പഠിക്കുകയാണ്. എന്താ ചോദിച്ചത്? ശരീഅത്ത് സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് മദ്ഹബിന്റെ അടിസ്ഥാനത്തിലുള്ള സംരക്ഷണമാണ്. മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിധിക്കുന്ന വിധിവിലക്കുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ശരീഅത്ത് സംരക്ഷണം എന്ന് പറയുന്നത്. അത് ബിദ്അത്തുകാരൻ പറഞ്ഞാൽ, അത് മുജാഹിദ് പറഞ്ഞാൽ അവൻ അത് പറയുമ്പോ സന്തോഷിക്കേണ്ടവരല്ലേ നമ്മളെന്ന് ചോദിച്ചിരുന്നു ശംസുൽ ഉലമ. ഇന്നിവർ ചെയ്തതെന്താ? പൊതുപ്രശ്നം ഒന്നും വേണ്ട, നോമ്പ് തുറക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം ലഭിച്ചാൽ ഇവർക്ക് ആ ഭക്ഷണം ബിദ്അത്തുകാരനെ കൂട്ടി ഒന്നിച്ച് കഴിച്ചാൽ പോലും ഇവർക്കൊരു പ്രശ്നമില്ല. ഈ അടുത്തുണ്ടായ സംഭവം ഞാൻ ഓർക്കുകയാണ്. ഇവരുടെ സമസ്തക്കെതിരെ ഒരു സംഘടന ഉണ്ടാക്കി. ബിദ്അത്തുകാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നവബിദഈകളെ ഇവിടെ പറയേണ്ടതുള്ളത് കൊണ്ട് തന്നെയാ പറയുന്നത്. അവർ സമസ്തക്കെതിരെ ഉണ്ടാക്കിയ സംഘടനക്ക് ഈ അടുത്ത് ഒരു പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. സുലൈമാൻ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സർവാദര ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ, ആ സുലൈമാൻ മുസ്ലിയാരുടെ, ഈ സുലൈമാൻ മുസ്ലിയാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ആ സുലൈമാൻ മുസ്ലിയാരുടെ ഒരു പ്രസംഗത്തിൽ ഈ അടുത്ത് ഞാൻ കേട്ടു. അദ്ദേഹം പറയാണ്, ബിദ്അത്തുകാരോടൊരു ബന്ധവും പാടില്ല.
ഇവർ മുമ്പ് ശംസുല്ലമക്ക് ആദർശത്തിൽ പിഴച്ചു എന്ന് പറഞ്ഞവരാണ്. പക്ഷേ ശംസുല്ലമക്ക് പിഴച്ചിട്ടില്ലെന്ന് ഇന്ന് കാണുന്ന ഈ സുന്നി സമൂഹത്തെ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. SKSSF ഉണ്ടാക്കിയത് ശംസുല്ലമയാണ്. SSF ഉണ്ടാക്കുന്ന സമയത്ത് ഇന്നും അവരുടെ തന്നെ ചരിത്രരേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. SSF ഉണ്ടാക്കുന്ന സമയത്ത് ശംസുല്ലമയുടെ സഹോദരനായ EK ഹസൻ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദുമാരെ ഗൗരവം ചെയ്യുന്ന പ്രസ്ഥാനം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞത് അവർ തന്നെ അവരുടെ പുസ്തകത്താളുകളിൽ എഴുതി വെച്ചത് ഇന്ന് നമുക്ക് വായിക്കാൻ കഴിയും. എത്ര വിശാലമായ, എത്ര ദീർഘദൃഷ്ടിയുള്ള ഒരു പ്രസ്താവനയാണത്. അതൊരു ലേഖനമായിരുന്നു. സുന്നി ടൈംസിലോ മറ്റോ വന്ന ഒരു ലേഖനം തന്നെയായിരുന്നു ഹസൻ മുസ്ലിയാരുടെ. എന്താ അതിലുണ്ടായത്? അദ്ദേഹം പറഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞപ്പോ, 25 വർഷം കഴിഞ്ഞപ്പോ ഉസ്താദുമാരെ സമസ്ത ഓഫീസിലിട്ട് ഇവർ ഗൗരവം ചെയ്തു. അങ്ങനെയാണ് സമസ്ത 2 പേരുകൾ ഉണ്ടാവുന്ന രൂപത്തിലേക്ക് മാറിപ്പോകാൻ കാരണമായത്. ആ ഒരു ദിവസമായിരുന്നു, ആ ഒരു ഗൗരവമായിരുന്നു. ശംസുല്ലമയുടെ സഹോദരൻ ഹസൻ മുസ്ലിയാർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത്. പക്ഷേ അന്നൊന്നും ആ പണ്ഡിതന്മാരൊന്നും ഔദ്യോഗിക പിന്തുണ നൽകിയിട്ടില്ലെങ്കിലും SKSSF ഉണ്ടാക്കാൻ മഹാനരായ ശംസുല്ലമ പേര് പറഞ്ഞുകൊടുത്തു. അതിന്റെ ഭരണഘടനയടക്കം എല്ലാം പറഞ്ഞുകൊടുത്തു. അങ്ങനെ ശംസുല്ലമ വിത്തുപാകിയ പ്രസ്ഥാനം ഇന്ന് ലോകത്ത് എത്രത്തോളം ഉയർന്നിരിക്കുന്നു. SKSSF ആദർശം പറയാൻ മാത്രം അതിനൊരു ഉപവിഭാഗമുണ്ട്. അതിന്റെ പേരാണ് ഇസ്തിഖാമ. ദഅവത്തിന് വേണ്ടി മാത്രം ഇബാദ്. ആസിഫ് ദാരിമിയാണ് ഈ സ്ഥാപനത്തിന്റെ സന്തതിയാണ്. ആസിഫ് ദാരിമിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. കാരുണ്യ പ്രവർത്തനത്തിന് മറ്റൊരു വിഭാഗം. അങ്ങനെ എത്രയോ വിഭാഗങ്ങളുള്ള ഒരു പ്രസ്ഥാനത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും ഇത്രയേറെ കാരുണ്യ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഉപവിഭാഗങ്ങളില്ലാത്ത വിധത്തിൽ അത്ര വലിയ സംഘടനയായി അത് വളർന്നു കഴിഞ്ഞു. ശംസുല്ലമയുടെ നേതൃത്വത്തിന്റെയും ആ പൊരുത്തത്തിന്റെയും ഫലം ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുന്നി പറഞ്ഞു നടന്ന പലരും സുന്നിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് പോയിരിക്കുന്നു. അപ്പോഴും സുന്നിയുള്ളത് ശംസുല്ലമ പറഞ്ഞ സംഘടനയ്ക്ക് മാത്രമാണ്. അന്ന് ശംസുല്ലമക്ക് ആശയത്തിൽ പിഴച്ചു, ആദർശത്തിൽ പിഴച്ചു എന്ന് പറഞ്ഞവർ അവരുടെ പ്രസ്ഥാനത്തിന് പേര് മാറ്റിയിട്ടാണ് ഇപ്പൊ രംഗത്തുള്ളത്. എന്തോ ഒരു ജമാഅത്താണ്. ഇനി ജമാഅത്തെ ഇസ്ലാമിയാക്കിയാലും വേണ്ടില്ല, ഇനി എന്ത് ജമാഅത്താക്കിയാലും വേണ്ടില്ല, സുന്നി മാറിയത്രേ. അതിന്റെ സൃഷ്ടാക്കളിൽ പ്രധാനിയായ സമസ്ത പിളർത്താൻ ആഗ്രഹിച്ച എന്റെ പഴയകാലത്തെ നേതാവ് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാ 60 വയസ്സും 70 വയസ്സും 90 വയസ്സും 100 വയസ്സുമൊക്കെയുള്ള ആളുകളുണ്ട്, അവർക്ക് സജീവമായി പ്രവർത്തിക്കാനാ. 100 വയസ്സായ സംഘടന പ്രവർത്തിക്കാൻ നടക്കുക? മൂപ്പര് പറഞ്ഞാണ് ചാനലുകാരോട്. ഇങ്ങനെ പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം, അങ്ങനെ ശംസുല്ലമക്കെതിരെ വന്ന പ്രസ്ഥാനം, അവർ അന്ന് ആശയത്തിൽ ആദർശത്തിൽ പിഴച്ചു എന്ന് പറഞ്ഞവർ ആ പിഴവിന്റെ അടയാളങ്ങളെ തിരുത്തുന്നൊരു ഘട്ടത്തിലേക്കെത്തി. എന്താപ്പുണ്ടായത്? അന്ന് ശംസുല്ലമക്ക് പിഴച്ചു എന്ന് പറഞ്ഞ അതേ പ്രസ്ഥാനത്തിന്റെ പുതിയ പ്രസിഡന്റായ സുലൈമാൻ മുസ്ലിയാർ പറയാണ്, വിദ്അത്തുകാരുമായി നമുക്കൊരു ബന്ധവും പാടില്ല. അപ്പൊ എന്താ പാടില്ലാത്തത്? കാരണം അവരൊരിക്കലും പറ്റാത്ത വിഷമാണവർ. ആ വിഷമുള്ള കൈകൾ നമ്മൾ പിടിച്ചാൽ സോപ്പിട്ട് കഴുകൽ നിർബന്ധമാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, കാരന്തൂർ മർക്കസിന്റെയും ഈ പറയപ്പെട്ട സ്ഥാപന സമുച്ചയങ്ങളുടെയും ഒക്കെ നേതാവായ ബഹുമാന്യരായ മാന്യദേഹം AP അബൂബക്കർ മുസ്ലിയാരടക്കം സൗദി അറേബ്യയിൽ പോയി എത്ര മുജാഹിദ് നേതാക്കളുടെ കൈകൾ പിടിച്ചിട്ടുണ്ട്? ഏത് സോപ്പിട്ട് ആ കൈകൾ കഴുകും? അതുപോലെ ലോകത്ത് ഏറ്റവുമേറെ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന, സ്വതന്ത്ര ചിന്താഗതിയും സലഫി വാശുവാദവുമുള്ള ഡോക്ടർ ജാക്കിർ നായിക്കിന്റെ കയ്യും പിടിച്ച് കഴിഞ്ഞ റമദാനിൽ അതിന്റെ തൊട്ടുമുമ്പത്തെ റമദാനിൽ ഗൾഫിൽ വെച്ച് ഇതേ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ കയ്യും പിടിച്ചു നിന്നു. 501 സോപ്പിട്ട് കഴുകിക്കളഞ്ഞാൽ വൃത്തിയാകുമോ? അതുപോലെ ഇസ്ലാമിക തത്വസംഹിതകളുടെ അതിരുകളെ പലപ്പോഴും കടിച്ചു കീറാൻ ശ്രമിക്കാറുള്ള, മുജാഹിദ് സമ്മേളനത്തിലെത്തിയാൽ ഞാൻ മുജാഹിദാണെന്ന് പറയാറുള്ള MESന്റെ നേതാവ് ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹത്തെ കൊണ്ടുപോയി തങ്ങളുടെ സ്ഥാപനത്തിൽ കൈപിടിച്ചിരുത്തി സ്വാഗതം ചെയ്തവർ ഏത് സോപ്പിട്ട് കഴുകും നിങ്ങളുടെ കൈകൾ? അതുപോലെ ഈ പറയുന്ന ആശയങ്ങളുടെ എല്ലാം സ്രോതസ്സായ
നേരത്തെ സൂചിപ്പിച്ച മൗദൂദിസത്തിന്റെ ആശയത്തിന്റെ കേന്ദ്രമായ അബ്ദുള്ള സാഹിബിനെ കൊണ്ടുപോയി ഇവരുടെ പരിപാടിയിൽ നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചപ്പോ കഴുകാൻ സോപ്പ് ഏതെങ്കിലും കടകളിൽ നിന്ന് ലഭിക്കുമോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ വിധത്തിൽ പരിഹാസ്യരായിപ്പോയി. ഒരു കാലത്ത് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളെ വിമർശിച്ചവർക്ക്, നമ്മുടെ വഴികളെ വിമർശിച്ചവർക്ക് സ്വയം തങ്ങളുടെ പ്രവർത്തനത്തിൽ പിഴച്ചുവെന്ന് ബോധ്യം വരും വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ പ്രവർത്തകർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിലുള്ളവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു. ഈ പ്രാവശ്യം പലരും പോയില്ല അതു കാണാൻ. ഈ പ്രാവശ്യം പലരും പോയില്ല അത് കുടിക്കാൻ. ഈ പ്രാവശ്യം പലരും പോയില്ല അവിടെ ചെന്ന് ഒന്നിരുന്ന് കുറെ നേരം ഇരുന്ന് നെടുവീർപ്പിടാൻ. കാരണം എന്താ? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അള്ളാഹു ഈ വിഭാഗത്തിലെ പ്രവർത്തകരുടെ മനസ്സ് തുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആശിക്കാം, ആഗ്രഹിക്കാം. നന്ദി ദാറുസ്സലാമിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദാരിമിമാർ, 4000-ഓളം ദാരിമികൾ കേരളത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ ബിരുദമാണ് ദാരിമി ബിരുദമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ബിരുദം എടുത്തു പുറത്തിറങ്ങിയവർ ഈ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ കണ്ണിറയെ നിരന്തരം കാണുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്നതോടെ ശംസുൽ ഉലമ തീർത്ത വിപ്ലവത്തിന്റെ വീര്യം മുന്നിൽ വെച്ചുകൊണ്ട്, ശംസുൽ ഉലമ തീർത്ത ആദർശബോധത്തിന്റെ, ഒരിക്കലും ഒരണുകിട പോലും വ്യതിചലിക്കാത്ത ആദർശബോധത്തിന്റെ, ശംസുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന വിജ്ഞാന വിതരണത്തിന്റെ ആ സൂക്ഷ്മമായ മേഖലകളിൽ നിന്നുകൊണ്ട്, മഹാനരായ നന്ദിയിൽ ഉസ്താദ് നമുക്ക് നേതൃത്വം നൽകി പഠിപ്പിച്ചു തന്ന ആ വിശുദ്ധിയുടെ പാതയിലൂടെ, ശംസുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന ഏറ്റവും വലിയ വിനയത്തിന്റെ പാതയിലൂടെ, സമത്വയുടെ പ്രവർത്തനത്തിന്റെ പാതയിലൂടെ നമുക്ക് മുന്നേറാം. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു വിജയിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.